എല്ലാവർക്കും ഫോട്ടോ മാർക്കറ്റ് ഓൺലൈൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നറിയാം, എന്നാലും ദിസ് ഇസ് നിമി മറിയം മാർക്കോസ്. ഈ എപ്പിസോഡിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിക്ക് പറ്റിയ ഒരു ലൊക്കേഷനാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് വേറെ എങ്ങുമല്ല, എറണാകുളത്തെ വരാപ്പുഴയിൽ ഉൾപ്പെടുന്ന കടമക്കുടി എന്ന കൊച്ചു മനോഹരമായ ഗ്രാമമാണ്. നിറയെ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഈ സ്ഥലത്ത് ഫോട്ടോഗ്രാഫിക്ക് ഒട്ടനവധി സാധ്യതകളുള്ള ലൊക്കേഷനുകളുണ്ട്. കടമക്കുടിയെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചത് കേരളത്തിലെ ഫോട്ടോഗ്രാഫർമാരാണ്. ഇവിടെ പ്രധാനമായിട്ടും ഈ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി മേഖലക്കകത്ത് ഒട്ടനവധി ആളുകളാണ് പോസ്റ്റ് വെഡ്ഡിങ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കടമക്കുടിയിൽ വരുന്നത്. അതിൻ്റെ ഒരു സാധ്യത ലോകത്തെ അറിയിച്ചത് ഇവിടുത്തെ ഫോട്ടോഗ്രാഫർമാരാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫി മേഖലയ്ക്ക് ഒരുപാട് സാധ്യത ഉള്ളൊരു പ്രദേശം കൂടിയാണ്. ഈ അടുത്ത പ്രദേശത്ത് ഏറ്റവും കൂടുതൽ പക്ഷികൾ, ദേശാടന കിളികളടക്കം വരുന്ന ഒരു പ്രദേശം കൂടിയാണ് കടമക്കുടിയിൽ. കഴിഞ്ഞിടക്ക് ഒരു റിപ്പോർട്ടുണ്ടായിരുന്നതും 200-നടുത്ത് പക്ഷി ഇനങ്ങൾ കടമക്കുടിക്കകത്ത് വന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. രാജഹംസം വന്നിരുന്നു. മറ്റൊന്ന് ഹിമാലയത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതരം താറാവ് ഇവിടെ ഏകദേശം ഒരു മാസക്കാലത്തോളം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വിവിധ വെറൈറ്റിയിലുള്ള അല്ലെങ്കിൽ വിവിധ ഇനത്തിൽപ്പെട്ട പക്ഷികൾ ഇവിടെ വരുന്നുണ്ട്. അത് ഫോട്ടോഗ്രാഫർമാർക്ക്, ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാർക്ക് അത് വളരെ പ്രയോജനപ്പെടുന്നുണ്ട്. ഫോട്ടോഗ്രാഫി പഠിക്കുന്ന ആളുകളും ഒട്ടനവധി ആളുകൾ ഈ മേഖലയ്ക്കകത്ത് വരുന്നുണ്ട്. ഒരുപാട് സാധ്യതകൾ ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട്. അതോടൊപ്പം ഇതിനൊരു ശാന്തമായി കിടക്കുന്നൊരു പ്രദേശം നിലക്കും നാട്ടുകാർ നല്ലൊരു സഹകരണം ആ ഭാഗത്ത് വരുന്ന ആളുകളോട് കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒട്ടനവധി സിനിമകളടക്കം തന്നെ കടമക്കുടിക്കകത്ത് ലൊക്കേഷനായിട്ട് വരുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് വിനായകൻ്റെ തൊട്ടപ്പൻ എന്നുള്ള സിനിമയുടെ ഒരു 80% ലൊക്കേഷൻ കടമക്കുടിക്കകത്താണ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ദുൽഖർ സൽമാൻ അടക്കമുള്ള ആളുകളുടെ സിനിമകൾ വരുന്നുണ്ട്. അപ്പോൾ കടമക്കുടിയെ കൂടുതൽ ആളുകൾ പ്രയോജനപ്പെടുത്തി തുടങ്ങി എന്നുള്ളത് ഒരു കടമക്കുടിക്കാരൻ എന്ന നിലയിൽ വളരെയധികം സന്തോഷം ഉള്ള ഒരു കാര്യം തന്നെയാണ്. കടമക്കുടി എന്ന ലൊക്കേഷന്റെ സാധ്യതകൾ വെഡ്ഡിംഗ് വീഡിയോഗ്രാഫിയിൽ പരമാവധി സാധ്യമാക്കിയ ശ്രീ ആന്റണി ജോസഫ് നമുക്ക് വേണ്ടി ആ ചിത്രീകരണ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ്. ഒപ്പം ആ മനോഹരമായ വീഡിയോയും കാണാം. ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ് കടമക്കുടി. ഇത് വരാപ്പുഴ എന്ന ചരിത്രപ്രസിദ്ധമായ ഗ്രാമത്തിന്റെ ആകാശക്കാഴ്ചയാണ്. വെള്ളത്താൽ ചുറ്റപ്പെട്ടതും നന്മ നിറഞ്ഞായിട്ടുള്ള ജനങ്ങളുടെ സമൃദ്ധമായിട്ടുള്ള നാട്. ഞങ്ങൾ ആദ്യമായി സേവ് ദ ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു ലൊക്കേഷൻ പ്ലാൻ ചെയ്തു. വരാപ്പുഴയിലാണ് ഞങ്ങൾ താമസിക്കുന്നതെങ്കിലും കൂടി നമ്മളെല്ലാവരും തന്നെ പുറത്തേക്കാണ് പോകാറ് സേവ് ദ ഡേറ്റ് കാര്യങ്ങൾക്കായിട്ട്. പക്ഷേ നമ്മുടെ വരാപ്പുഴയുടെ അതേപോലെ കടമക്കുടിയുടെ ആ ഭംഗി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അത് വളരെ മനോഹരമാണ് ശരിക്കും. പൊക്കാളിപ്പാടങ്ങളുടെ നടുവിലൂടെ അതിൻ്റെ ചെറിയ വരമ്പുകളിലൂടെ ഉള്ള യാത്രകളും ഇതെല്ലാം നമുക്ക് വളരെ നയനപരമായിട്ടും തന്നെ നമുക്ക് ഭയങ്കര ഭംഗി കിട്ടുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ കടമക്കുടി, നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന കടമക്കുടി എടുത്തുകൂടാ എന്ന് പലവട്ടം ചിന്തിച്ചു. ആവർത്തന വിരസത വരാത്ത രീതിയിൽ വേണം നമ്മൾ സേവ് ദ ഡേറ്റ് ചെയ്യാൻ. പുതുമകൾ വേണം, എല്ലാവർക്കും പുതുമയുള്ള വേണ്ടത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഗ്രൂം ബ്രൈഡിനോട് ഡിസ്കസ് ചെയ്തു. അവരോട് ചട്ടയും മുണ്ടും വേഷം പറഞ്ഞു. അതിനുശേഷം അവർ അതിന് തയ്യാറായി. അവരുടെ ഡ്രസ് കോഡ് കാര്യങ്ങളെല്ലാം സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെയുള്ളത് ലൊക്കേഷനായിരുന്നു. നമ്മുടെ ബ്രൈഡ് അതേപോലെ ഗ്രൂമും വളരെ വില്ലിങ് ആയിരുന്നു ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. കാരണം നമ്മൾ പറഞ്ഞ തോട്ടിനനുസരിച്ചിട്ട് ആ പഴമയിലൂടെ പോകാൻ അവരും ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം.
ഇപ്പോൾ നമ്മളത് ഷൂട്ട് ചെയ്യുന്ന സമയങ്ങളിൽ സാധാരണഗതിയിൽ ശരിക്കും നമ്മൾ പുറമെ ഒരു കാറോ അല്ലെങ്കിൽ ആധുനികമായിട്ടുള്ള ഒരു സാധനങ്ങൾ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലൂടെ പോകരുതെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടമക്കുടിയിലെ പൊക്കാളിപ്പാടങ്ങളുടെ നടുക്കുള്ള വരമ്പുകളിലും അതേപോലെ അകത്തേക്ക് മാറിയിട്ടാണ് ഞങ്ങളത് ഷൂട്ട് ചെയ്തത്. ശരിക്കും വളരെ ഗ്രാമീണ അന്തരീക്ഷം, തീർത്തും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ഫീൽ തന്നെയായിരുന്നു. 3 ദിവസം എടുത്തു നമ്മൾ ആ ഷൂട്ട് ചെയ്യാനായിട്ട്. അത് ഒരു സ്ലൈഡറും പിന്നെ കയ്യിലുമാണ് അത് ഷൂട്ട് ചെയ്തത്. ഗ്ലൈഡ് പോലെയുള്ള മൂവ്മെൻറ്റ്സുകളൊക്കെ കയ്യിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ബ്രൈഡിൻ്റെ ആയിരുന്നു വർക്ക്. അപ്പോൾ ബ്രൈഡിന് മാക്സിമം അതിൻ്റേതായ ഒരു തൻ്റെടിയായ ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ ആ നാട്ടിൻപുറത്തെ ഒരു പ്രമാണി, ആ രീതിയിലാണ് ആ കുട്ടീനെ നമ്മൾ ചിത്രീകരിച്ചിരുന്നത്. നാട്ടിലെ പിള്ളേർക്ക് മാത്രമല്ല കേട്ടാ, മുതിർന്നവർക്ക് മരിയെ പേടിയാണ്. ഒരൊത്ത ആളിനെ ചേർന്ന് എടുപ്പും മറ്റും സമ്മേളിച്ച് ഇരട്ടച്ചങ്ങോട്ടൊക്കെ ആവണവളേ. ആ രീതിയിൽ നമുക്ക് കുറേ ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് കടമക്കുടി സമ്മാനിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിയ സമയം മുതൽ തന്നെ എല്ലാം പോസിറ്റീവായിരുന്നു. ആ വഞ്ചി തുഴഞ്ഞതും നമ്മുടെ ഗ്രൂമിനെ കാണിക്കുന്ന സമയത്ത് മൊത്തം വൈഡ് റേഞ്ചിൽ അത് ഡ്രോൺ ഷോട്ടിലൊക്കെ നമുക്ക് നമ്മുടെ വരാപ്പുഴയുടെ തനിമ വളരെ ഭംഗിയായിട്ട് കാണിക്കാൻ കഴിയും. വളരെ എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഷൂട്ട് ചെയ്തത്. കാരണം നമ്മൾ സത്യത്തിൽ സാധാരണ നമ്മൾ ഒരു ഫ്രെയിം ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും, ഒന്ന് ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂസ് അങ്ങനെയൊക്കെ. പക്ഷേ ഇതെല്ലാം വളരെ നമുക്ക് അനുകൂലമായിരുന്നു. അതേപോലുള്ള അന്തരീക്ഷവും അതേപോലത്തെ മരങ്ങളുടെ ഇടയിലും ഒക്കെയായിരുന്നു ഈ ഷൂട്ടുകളെല്ലാം നടന്നത്. അനുസരണയുള്ള മാൻപേടയെ പോലെ മാറി. ഊണിലും ഉറക്കത്തിലും എന്തിന് ഓരോ ശ്വാസത്തിലും അവൾ അവനെ മാത്രം സ്വപ്നം കണ്ടു. നിങ്ങളത് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. കാരണം നമ്മളൊരു പരിധി കൂടുതൽ അതിനകത്ത് അനാവശ്യമായിട്ടുള്ള ലൈറ്റിങ്ങോ കാര്യങ്ങളൊന്നും എല്ലാം അവൈലബിൾ ആണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല ആ പഴമ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുമുണ്ട്. ഇവൻ അരുണനെ പോലെ തേജസ്സുറ്റവൻ, 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠൻ. അവൻ്റെ കണ്ണുകൾ അരുവിക്കരയിലെ പ്രാവുകളെ പോലെ, കവിളുകൾ സുഗന്ധദ്രവ്യങ്ങളുടെ തടങ്ങൾ പോലെ. അവൻ്റെ ആകാരം ലെബനോനിലെ വിശിഷ്ടമായ ദേവദാരു പോലെ. ജെറുസലേം പുത്രിമാരെ, ഇതാണ് എൻ്റെ പ്രിയൻ, ഇവനാണ് എൻ്റെ തോഴൻ. ലൊക്കേഷൻ ഒന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് മാറ്റിയല്ലോ എന്ന് ആലോചിച്ചു. പക്ഷേ കടമക്കുടിയുടെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ പൊക്കാളിപ്പാടങ്ങളുടെ വരമ്പിലൂടെ നടന്ന് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ദ്വീപ് പോലത്തൊരു സ്ഥലം കണ്ടു. പക്ഷേ ദ്വീപല്ല എങ്കിലും ഒരുപാട് മരങ്ങൾ തിങ്ങി ഉള്ള ഒരു സ്ഥലം. വരാപ്പുഴ പഞ്ചായത്ത് അങ്ങനെ അടക്കി ഭരിക്കുന്ന കാലത്താണ് ഒരു ദിവസം വലിയ കാഴ്ച കണ്ടത്. ഞങ്ങൾ ഷൂട്ട് ചെയ്തതിൽ ഞങ്ങൾക്ക് വളരെ രസകരമായ ഒരു അനുഭവം ഉണ്ടായിരുന്നു അവിടുത്തെ കള്ള് ഷാപ്പിലാണ്. കാരണം നമ്മൾ സാധാരണ ഇതിൽ ഫോട്ടോഗ്രാഫിയിൽ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു കള്ള് ഷാപ്പിൽ ഷൂട്ടൊക്കെ ചെയ്യാന്നുള്ളത്. പക്ഷേ എല്ലാവരും തന്നെ അതിനോട് എല്ലാവർക്കും അത് രസിക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു. പക്ഷേ അത് ഓരോരുത്തരുടെ രീതികളായിരിക്കാം ചിലപ്പോൾ ആളുകളെ അങ്ങനെ ആ രീതിയിൽ ചിന്തിപ്പിച്ച്. പക്ഷേ ഞങ്ങളത് വീഡിയോയിലേക്ക് കൊണ്ടുവന്നു. നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം വളരെ കോപ്പറേറ്റീവായിട്ട് കള്ളൊന്നും കുടിച്ചില്ലെങ്കിൽ തന്നെ അവർ കള്ള് കുടിക്കുന്ന പോലെ ആക്ട് ചെയ്യും കാര്യങ്ങളും. അവിടുത്തെ ശരിക്കും പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വരാപ്പുഴയിലെ നാട്ടുകാർ അവർ വളരെ നല്ല മനുഷ്യരാണ് സത്യത്തിൽ. അവളെ ഇടനെഞ്ചിൽ ചേർത്ത് നിർത്താതെ അവനും ഇനി ഒരു മിനിറ്റ് പോലും ജീവിക്കാൻ കഴിയില്ലെന്നായി. അവരുടെ സപ്പോർട്ട്, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു നല്ലൊരു മനസ്സ് അവർക്ക് എല്ലാവർക്കും വളരെ നല്ലതാണ്.
ഈ തലതെറിച്ച പിള്ളേര് പേടിച്ച് അന്തം വിട്ട് പായണത് ഏതെങ്കിലും വന്യജീവിയെ കണ്ടിട്ടാവും നിങ്ങൾ കരുതും. പക്ഷെ സംഭവം കേട്ടാ, കഥയൊക്കെ പ്ലാൻ ചെയ്തതും ഇങ്ങനൊരു കഥാപാത്രം നമ്മൾ സൃഷ്ടിച്ചെടുത്തൊക്കെ ഞാൻ തന്നെയായിരുന്നു. അതൊരു എന്തോ ഒരു ഭാഗ്യത്തിന് തോന്നി അങ്ങനെ ചെയ്തു. പിന്നെ അത് ഈ പറഞ്ഞിരിക്കുന്ന കഥയെ നമുക്ക് നരേഷനിലൂടെ വരുമ്പോൾ അതൊരു നല്ലൊരു സ്ക്രിപ്റ്റ് വേണം. അത് ആ സ്ക്രിപ്റ്റില്ലാതെ ഒരിക്കലും ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം വരില്ലെന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ അതിന് എന്നെ സപ്പോർട്ട് ചെയ്തത് മാത്യു ചേട്ടനാണ്. ആൾ സീരിയലിലും സിനിമാ രംഗങ്ങളിലൊക്കെ ഉള്ള ആളാണ്. മാത്യു ചേട്ടൻ വളരെ നല്ലൊരു രീതിയിൽ അത് കഥ പറയുന്ന ആ സ്ക്രിപ്റ്റ് പക്കയായിട്ട് ചെയ്തു. പ്രിയേ, നീ തീർസ നഗരം പോലെ മനോഹരിയാണ്, ജെറുസലേം പോലെ സുന്ദരിയും, ഉഷസ് പോലെ ശോഭിക്കുന്നവളും ചന്ദ്രനെ പോലെ കാന്തിമതിയുമായവൾ ആരാണ്? ശബ്ദത്തിലൂടെ മാത്രമേ അത് നമ്മളിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് ജെയിംസ് പാർക്കിൽ ചേട്ടനാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തത്. ഫിലിമിലൊക്കെ ഉണ്ട്, ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്ന ചേട്ടായി വളരെ ഭംഗിയായിട്ട് അത് ചെയ്തു. വളരെ ഭംഗിയെന്നല്ല, ഞങ്ങൾ പ്രതീക്ഷയിലൊക്കെ വളരെ വളരെ മുകളിലാണ് ആളെ ചെയ്തത്. അത് 2-3 സ്റ്റൈലിൽ പുള്ളി അതിനകത്തുള്ള സംഭാഷണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ നന്നായിരുന്നു പുള്ളിയെ ചെയ്തിരുന്നത്. പുള്ളിയുടെ സൗണ്ട് ഈ കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും ജീവനേകിയെന്ന് തന്നെ പറയണം. കൊതുമ്പ് വള്ളത്തിൽ ആന്റണി തുഴഞ്ഞു വന്ന് കയറിയതുണ്ടല്ല, അന്ന് വരെ മരിയ മനസ്സിനെ ചുറ്റും കെട്ടിപ്പൊക്കി നിർത്തിയിരുന്ന കോട്ടക്കൊത്തളങ്ങളെ തകർത്തിട്ടാണ്. ദൈവ നിശ്ചയം പോലെ അവർ വീണ്ടും അങ്ങോട്ട് കണ്ടുമുട്ടി. നമ്മുടെ ഈ വീഡിയോ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത്. അതിനുള്ള മെയിൻ കാരണം കടംകുടിയിൽ ഷൂട്ട് ചെയ്യുന്നുള്ളതാണ്. കാരണം ഇത്രയും നല്ലൊരു ലൊക്കേഷൻ, അതേപോലെ ഒരുപാട് സഞ്ചരിക്കാതെ തന്നെ നമുക്ക് ഈ പറയുന്ന എല്ലാ ഫ്രെയിമുകളും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം ഈ കടംകുടിയിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഒരുപാട് ചിലവ് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോസിൽ, സേവ് ദ റേറ്റിൽ. അപ്പോൾ അതൊരു വലിയൊരു ഗുണം തന്നെയായിരുന്നു സത്യത്തിൽ. സത്യത്തിൽ ഇത് ചെയ്തത് മരിയ ആൻഡോ എന്ന് പറഞ്ഞ 2 വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ്. അവരാണ് ബ്രൈഡ് ആൻഡ് ഗ്രൂം. അവർ വളരെ സപ്പോർട്ടീവായിരുന്നു. സേവ് ദ റേറ്റിനെ പറ്റി കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ആന്റണി ചേട്ടൻ ചോദിക്കുകയുണ്ടായി, നിങ്ങളുടെ ഒരു എന്താണ് നിങ്ങൾ വിചാരിക്കുന്ന തീം എന്താണെന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഒരു സേവ് ദ റേറ്റ് മതി, മറ്റുള്ളവർക്ക് ഒന്ന് അറിയിക്കണം കല്യാണമോ എന്ന്, ഇതാണ് ഞങ്ങളുടെ ആകെയുള്ളൊരു ഉദ്ദേശം. പക്ഷേ ഈ ജെൻസൺ ചേട്ടനും ആന്റണി ചേട്ടനും കൂടി നമ്മുടെ പറഞ്ഞു നമുക്കിങ്ങനെ ഒരു വെറൈറ്റി തീമുണ്ട് നമ്മുടെ കയ്യിൽ, നിങ്ങൾ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ശരിയാണ്, ഞങ്ങൾ രണ്ടുപേരും അതിൽ അഭിനയിച്ചാണ്. പക്ഷേ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായില്ല, അവർ ഒരുപാട് എഫേർട്ട് എടുത്താണ് ഞങ്ങൾ കൊണ്ട് ചെയ്യിച്ചത്, അവരും ചെയ്തത്. പക്ഷെ ലാസ്റ്റായി കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ അതിശയിച്ചു. കാരണം ഞങ്ങൾ തന്നെയാണോ അതിൽ അഭിനയിച്ചതെന്ന് വരെയും തോന്നിപ്പോയി. അത്രയും വൈറലാക്കി, അല്ലെങ്കിൽ എന്താ പറയുക, വീഡിയോ ഇത്രയും വൈറലാകാൻ കാരണം തന്നെ അവരുടെ എഫേർട്ടും ആന്റണി ചേട്ടൻ്റെ ഒക്കെ ഷോട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. പുള്ളി നോക്കിയപ്പോഴേക്കും എന്താ പറയുക, അടിപൊളിയായിട്ടാണ് എന്തായാലും എടുത്തത്. ഇത്രയും വൈറലാക്കാൻ കാരണം ആന്റണി ചേട്ടൻ്റെയും ജെൻസൺ ചേട്ടൻ്റെ എഫേർട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ കടമക്കുടിനെ പറ്റി കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഇത് 99% ഇതിൻ്റെ ഷൂട്ട് എടുത്തേക്കുന്നത് നമ്മുടെ കടമക്കുടിയാണ്. നമ്മുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കടമക്കുടി. ഇപ്പോൾ ഞങ്ങൾക്കതൊരു അഭിമാനപൂർവ്വം പറയാവുന്നൊരു സ്ഥലമായി മാറി. നേരത്തെ ഇത്ര ഫേമസ് ഒന്നും നടന്നില്ല കടമക്കുടി. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെറായ ബീച്ചിലോട്ടൊന്നും ഇപ്പോൾ ആളില്ല ശനി ഞായർ ദിവസമൊക്കെ. ഇപ്പോൾ നമ്മുടെ കടമക്കുടിയിലേക്കാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇപ്പോൾ കടമക്കുടി ഫെസ്റ്റിവൽ, കെട്ടുകലക്കൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഫെസ്റ്റ് തന്നെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് കടമക്കുടി എന്താ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണത്. കാരണം ഈ ഫാമിലി ആയിട്ടൊക്കെ പോലും ഒരു വെക്കേഷൻ, അതായത് ഒരു സൺഡേ ആണെങ്കിലും കിട്ടിക്കഴിഞ്ഞാലൊക്കെ അവിടെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇത് എൻ്റെ ചേട്ടൻ ജെൻസിന് വേണ്ടിയിട്ടും കൂടിയാണ് ചെയ്തത്. നമ്മളിത് ചെയ്തതിൽ 1DX Mark II ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1DX Mark II 85-1.2 ലെൻസുകൾ മാക്സിമം യൂസ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ 50mm 1.2, അതേപോലെ വൈഡ് റേഞ്ചിൽ 20mm 1.4 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സിഗ്മ ലെൻസ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ന്യൂട്രലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എഡിറ്റ് ചെയ്ത് ജോസാണ്. ഇവരുടെ കല്യാണ വിളി സേവ് ദ റേറ്റ് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ കല്യാണ വിളി അറിയിക്കാനായിട്ട് ഒരു പഴയൊരു കോളാമ്പിയുടെ തനിമ വേണം. അപ്പോൾ കോളാമ്പി അന്വേഷിച്ച് കിടന്നു, ഒരു സ്ഥലത്ത് ഈ കോളാമ്പില്ല. അവസാനം അതും നമ്മുടെ കടമക്കുടി തന്നെ ഉണ്ടായിരുന്നു. പള്ളിയിലെ മണിമാളികയിൽ മണി കെട്ടിയിരിക്കുന്ന സ്ഥലത്ത് കോളാമ്പി ഉണ്ടായിരുന്നു. ആ കോളാമ്പിയിൽ നിന്നാണ് നമ്മൾ അവസാനം അത്
ഫിനിഷ് ചെയ്യുന്നത്. തുണ്ടത്തുംകടവ് സെന്റ് മേരീസ് പള്ളിയുടെ വക പൂതുള്ളി വീട്ടിൽ ഫ്രാൻസിസ് ടെൽസന്റെയും ബിന്ദുവിന്റെയും മകൾ മരിയയും, തുണ്ടത്തുംകടവിൻ ഫാൻ ജീസസ് പള്ളിയുടെ വക കൊല്ലമാപ്പറമ്പിൽ സെബാസ്റ്റ്യന്റെയും ജെസ്സിയുടെയും മകൻ കൊല്ലമാപ്പറമ്പിൽ സെബാസ്റ്റ്യന്റെയും ജെസ്സിയുടെയും മകൻ ആന്റണിയും തമ്മിലുള്ള വിവാഹം 2018 മെയ് 14 നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. അത് ഞാൻ വളരെ തൃപ്തനാണ് സത്യത്തിൽ ആ ഷൂട്ട് ചെയ്തതിൽ. കാരണം അവരുടെ സപ്പോർട്ടും അതെല്ലാം വളരെ നല്ലതായിരുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ ഇത്ര വൈറലാകാൻ ഒരുപാട് സഹായിച്ചത് കടമക്കുടി തന്നെയാണ് സത്യത്തിൽ. കാരണം അതിൻ്റെ അത്രയും നല്ല ഷോട്ടുകൾ എടുക്കാൻ നമുക്ക് അത്രയും മനോഹരമായ ബാക്ക്ഗ്രൗണ്ടുകൾ ഉള്ളതുകൊണ്ടാണ് സാധിച്ചത്. കൂടാതെ കടമക്കുടിക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മളുടെ കേരളത്തിലെ തന്നെ പ്രമുഖരായ പല ഫോട്ടോഗ്രാഫേഴ്സിനും അവാർഡുകൾ കിട്ടിയിരിക്കുന്നത് കടമക്കുടിയിൽ നിന്നാണ് ഈ ഫോട്ടോഗ്രാഫി മത്സരങ്ങളിൽ. കാരണം അതെടുത്ത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ദേശാടന കിളികളുടെ വിഹാര കേന്ദ്രമാണ് ശരിക്കും കടമക്കുടി. അത് തീർച്ചയായിട്ടും ഒരുപാട് ഇപ്പോഴും പലർക്കും ഇത് അറിയാൻ പാടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എത്രയോ ഒരുപാട് കിളികൾ, ദേശാടന കിളികൾ ഇവിടെ വന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് അങ്ങനെയുള്ള താല്പര്യമുള്ളവർ അതിലേക്കും കൂടി വരുന്നത് നല്ലതായിരിക്കും. കാരണം കടമക്കുടി അത്രയ്ക്ക് മനോഹരമാണ്. ഇതേപോലെ തന്നെ വേറൊരു സേവ് ദ ഡേറ്റ് കൂടി ചെയ്തിട്ടുണ്ട് കടമക്കുടിയിൽ തന്നെ. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഒരു ചെറിയൊരു ദ്വീപ് പോലത്തെ ഒരു അന്തരീക്ഷം, ഒരുപാട് മരങ്ങളൊക്കെ ആയിട്ടുള്ള അവിടെ തന്നെ വേറൊരു സേവ് ദ ഡേറ്റ്. അതിൽ നമ്മൾ ഓണം ബേസ് ചെയ്തിട്ടുള്ള തീമായിരുന്നു. ഞങ്ങൾ സാധാരണ നമ്മൾ കപ്പിളിനെയാണ് പ്രതീക്ഷിക്കുക. പക്ഷേ ഇവർ വന്നത് ഒരു 20 പേരായിട്ടാണ്. ഫാമിലിയും അതേപോലെ കുട്ടികളും. സത്യത്തിൽ പറഞ്ഞാൽ അതൊരു ഓണം തന്നെയായിരുന്നു. ഇവർ എല്ലാവരും തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തു. നമ്മളവിടെ ഒരു ഊഞ്ഞാലൊക്കെ കെട്ടി. അതേപോലെ നല്ല രീതിയിൽ എല്ലാം പുതിയ എന്താ പറയുക, ദൈവം നമുക്ക് തരുന്ന ഒരു ഐഡിയകൾ ആ സമയത്ത് തെളിഞ്ഞു വന്നെന്ന് പറയാം. നല്ല രീതിയിൽ നമ്മൾ നല്ലൊരു വീഡിയോ സേവ് ദ ഡേറ്റ് ചെയ്യാൻ പറ്റി. എല്ലാവർക്കും ഇഷ്ടമായി. ഫോട്ടോ മാർക്കറ്റ് ഓൺലൈൻ യൂട്യൂബ് ചാനൽ ഞങ്ങളെപ്പോലുള്ള സാധാരണ ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സിനെയൊക്കെ ചെറിയ മുൻനിരയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇത്രയും ഇതേപോലെ കണ്ടെത്തി ഇതേപോലെ ഞങ്ങളുടെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞൊരു അവാർഡ് കിട്ടുന്ന ഫീലാണ്. പലരും നമ്മൾ അവഗണിക്കുന്ന പല സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ടെങ്കിലും നമ്മളെ കണ്ടെത്തി അവരിത് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ മനസ്സ് നിറയാണ് സന്തോഷം. അതേപോലെ എല്ലാവരും ഇത് കാണണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇതൊരു പ്രചോദനമാകട്ടെ. ഞങ്ങളുടെ കടമക്കുടിയെ എല്ലാവരും സ്നേഹിക്കണം. കാരണം കാണണം, വന്ന് കണ്ട് വിലയിരുത്തണം. അത്രയ്ക്കും മനോഹരമാണ് ഞങ്ങളുടെ കടമക്കുടി.